ഒരു വർക്ക് ബുക്കിൽ നമുക്ക് ഡാറ്റകൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഷീറ്റുകൾ ചിലപ്പോഴൊക്കെ ആവശ്യം വരും. അപ്പോഴൊക്കെ നമുക്ക് ഷീറ്റുകൾ ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യേണ്ടതായിട്ടും വരും. അത് നമുക്ക് എങ്ങനെ 3 മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ സാധാരണയായി ചെയ്യാറ് ഷീറ്റുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് പ്രസ് ചെയ്ത് ഹൈഡ് ചെയ്യാറ്. അല്ലെങ്കിൽ കൺട്രോൾ ഓർ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഷീറ്റുകൾ സെലക്ട് ചെയ്ത് നമുക്ക് ഒന്നിച്ചും ഷീറ്റുകൾ ഹൈഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഷീറ്റുകൾ അൺഹൈഡ് ചെയ്യുമ്പോൾ കൺട്രോൾ അല്ലെങ്കിൽ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് എല്ലാ ഷീറ്റുകളും സെലക്ട് ചെയ്ത് ഒരുമിച്ച് അൺഹൈഡ് ചെയ്യാൻ കഴിയില്ല. ഇതേപോലെ 1 by 1 by മാത്രമേ നമുക്ക് ഷീറ്റുകൾ അൺഹൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കിങ്ങനെ ഒന്നിച്ച് നമുക്ക് ഷീറ്റുകൾ അൺഹൈഡ് ചെയ്യാം. അത് 3 രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ രീതിയാണ് കസ്റ്റം വ്യൂ. ഇനി കസ്റ്റം വ്യൂ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിൽ മെനുവിൽ വ്യൂ പ്രസ് ചെയ്തതിന് ശേഷം അതിൽ കസ്റ്റം വ്യൂ, അത് നമുക്ക് ആഡ് ചെയ്യാം ഓൾ. അതിനുശേഷം ഓക്കെ. നമുക്കിതിന് 3 ഷീറ്റുകൾ ഹൈഡ് ചെയ്യാം. ഇനി നമുക്ക് ആ 3 ഷീറ്റ് ഒന്നിച്ച് എങ്ങനെ അൺഹൈഡ് ചെയ്യാൻ നോക്കാം. വ്യൂവിൽ കസ്റ്റം വ്യൂ, അതിൽ ഷോ. നമുക്കിത് ഹൈഡ് ചെയ്ത് ഇപ്പോൾ 3 ഷീറ്റുകൾ ഒന്നിച്ച് തന്നെ അൺഹൈഡ് ചെയ്തായിട്ട് കാണാം. അടുത്ത ഓപ്ഷനാണ് VBA വിൻഡോ, വിഷ്വൽ ബേസിക് എഡിറ്ററിൽ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഷീറ്റുകൾ അൺഹൈഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് Alt F11 പ്രസ് ചെയ്താൽ നമുക്ക് വിഷ്വൽ ബേസിക് എഡിറ്ററിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ വ്യൂവിൽ ഇമ്മീഡിയറ്റ് വിൻഡോ. നമുക്കിനി ഇതിലേക്ക് കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഫോർ ഈച്ച് ഷീറ്റ് SH in worksheet, sh.visible is equal to true, next sh. പ്രസ് എൻ്റർ. ഇപ്പോൾ നമുക്ക് എല്ലാ ഹൈഡ് ചെയ്തത് ഷീറ്റുകൾ ഇപ്പോൾ അൺഹൈഡായി കാണാം. ഈ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇത് കോപ്പി ചെയ്ത് നമുക്ക് വേർഡ് ഫയൽ സേവ് ചെയ്ത് വെച്ചാൽ ആവശ്യത്തിന് ഇത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയാവും. മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് മാക്രോ ഇനേബിൾ ചെയ്ത് ടൂൾ ബാറിൽ ഒരു ഷീറ്റ് അൺഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇതെങ്ങനെ ചെയ്യുന്ന നോക്കാം. ആദ്യം തന്നെ മാക്രോ നമുക്ക് ഇനേബിൾ ചെയ്യാം. വ്യൂവിൽ മാക്രോ, അതിൽ റെക്കോർഡ് മാക്രോ, അതിൽ സ്റ്റോർ മാക്രോ മാറ്റി പേഴ്സണൽ മാക്രോ വർക്ക് ബുക്ക് പ്രസ് ഓക്കെ. അത് നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാക്രോ സ്റ്റോപ്പ് ചെയ്യുക. ഇനി Alt F1 വിഷ്വൽ ബേസിക് എഡിറ്ററിൻ്റെ വിൻഡോ ഓപ്പൺ ആവും. അതിൽ VBA പ്രൊജക്റ്റ് പേഴ്സണൽ എക്സൽ, അതിൽ മോഡൽസ്, അതിൽ ഇവിടെ കിടക്കുന്നത് അങ്ങ് ഒഴിവാക്കുക. സെലക്ട് ആൻഡ് ഡിലീറ്റ്. അടുത്തത് അതിൽ സബ് അൺഹൈഡ് ഓൾ. അതിനുശേഷം എൻ്ററിന് ശേഷം നമ്മൾ മുമ്പ് ചെയ്ത കമൻറ്റ് കോഡ് കോപ്പി ചെയ്യുക ആൻഡ് പേസ്റ്റ്. അതിൻ്റെ മുകളിലായിട്ട് dim sh as worksheet.
ഇനി ടൂൾ ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മോർ കമൻറ്റ്സ്, അതിൽ മാക്രോസ്, അതിൽ പേഴ്സണൽ മാക്രോസ്, പേഴ്സണൽ മോഡൽസ്, അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പുഷ് ചെയ്ത് ആഡ് ചെയ്യാം. ആൻഡ് മോഡിഫൈ, നമുക്കതിനെ അൺഹൈഡ് ഷീറ്റ് ചെയ്യാനുള്ള നല്ലൊരു ഐക്കൺ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഓക്കെ. പ്രസ് ഓക്കെ. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത അൺഹൈഡ് ഐക്കൺ ഇപ്പോൾ ടൂൾ ബാറിൽ ആഡ് ആയി കിടക്കുന്നത് കാണാം. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഹൈഡ് ചെയ്ത 3 ഷീറ്റുകളും അൺഹൈഡ് ആയതായിട്ട് കാണാം. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന അൺഹൈഡ് ചെയ്യുന്ന ഓപ്ഷൻ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക.